ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോയിൽ വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ ബാക്കിയുള്ള പോർഷൻ, അതായത് സോയിൽ വാട്ടർ എങ്ങനെയാണ് സോയിലിൽ മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലാന്റിലുള്ള വാട്ടർ പൊട്ടൻഷ്യൽ. ഈ രണ്ട് ടോപ്പിക്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ സോയിൽ. എങ്ങനെയാണ് നമ്മൾ മണ്ണിലൊഴിക്കുന്ന വെള്ളം എങ്ങനെയാണ് മണ്ണിൽ മൂവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചു കഴിയുമ്പം അത് മണ്ണിലേക്ക് മൂവ് ചെയ്യുന്നതിന് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതിന് 3 ഫേസസ് എന്ന് പറയും. ആദ്യത്തേത് ഇൻഫിൽട്രേഷൻ, രണ്ടാമത്തേത് റീഡിസ്ട്രിബ്യൂഷൻ, 3 വിത്ഡ്രോവൽ. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് വാട്ടർ എൻറ്ററിങ് ഇൻ ടു ദ സോയിൽ. വെള്ളം മണ്ണിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻഫിൽട്രേഷൻ. വെള്ളം മണ്ണിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് റീഡിസ്ട്രിബ്യൂഷൻ. റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഭാഗത്തായിരിക്കും വെള്ളം ഒഴിക്കുന്നത്. ആ വെള്ളം എന്ന് പറയുന്നത് ആ റൂട്ട് സോണിൽ മൊത്തത്തിൽ സ്പ്രെഡ് ആകും, ഇല്ലേ? ആ സ്പ്രെഡ് ആകുന്നതിനെയാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് വെറ്റായിട്ടുള്ള പോർഷനിൽ നിന്ന് ഡ്രൈ ആയിട്ടുള്ള സോയിലിലേക്ക് വെള്ളം മൂവ് ചെയ്ത് അവിടെ മൊത്തം ഈവൻലി സ്പ്രെഡ് ആവും. അതിനെയാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിഡ്രോവൽ ഓഫ് വാട്ടർ. വിഡ്രോവൽ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്തു, എക്സസ് വാട്ടർ റിമൂവ് ചെയ്യും, സോയിലിൽ നിന്ന് റിമൂവ് ചെയ്യും. അത് എങ്ങനെയായിരിക്കും? സീപ്പേജ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ ആയിരിക്കും, ഗ്രാവിറ്റേഷണൽ വാട്ടർ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. അങ്ങനെയൊക്കെ വാട്ടർ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് വിഡ്രോവൽ. അപ്പോൾ ഈ 3 ഫേസസിലൂടെയാണ് വാട്ടർ സോയിലിലൂടെ മൂവ് ചെയ്യുന്നത്. ഇൻഫിൽട്രേഷൻ, റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വിഡ്രോവൽ. ഇനി ഈ വാട്ടർ മൂവ്മെൻറ്റ് 3 ഫോംസിലാണ് ഉള്ളത്. വാട്ടർ മൂവ്മെൻറ്റ് ഇൻ സോയിൽ ഒക്കേഴ്സ് ഇൻ 3 ഫോംസ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 സ്റ്റെപ്പുകളാണ്, അല്ലെങ്കിൽ 3 ഫേസസ് ആണ്. ആ ജസ്റ്റ് നിങ്ങൾക്ക് പേര് മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3 ഫോംസ് ഇൻ വിച്ച് ദ വാട്ടർ മൂവ് ഇൻ ദ സോയിൽ. ആദ്യത്തേത് സാച്ചുറേറ്റഡ് ഫ്ലോ. സാച്ചുറേറ്റഡ് ഫ്ലോ നടക്കുന്നത് സാച്ചുറേറ്റഡ് സോയിലിലായിരിക്കും. അപ്പം ഇറ്റ് ഒക്കേഴ്സ് വെൻ ഓൾ ദ പോർസ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ, എയ്തർ ഡ്യൂ ടു റെയിൻ ഓർ ഇറിഗേഷൻ ഓർ അണ്ടർ വാട്ടർ ലോക്ക്ഡ് കണ്ടീഷൻ. ഇപ്പോൾ സാച്ചുറേറ്റഡ് ഫ്ലോ നടക്കുന്നത് എല്ലാ സോയിലിലുള്ള എല്ലാ പോറുകളും വാട്ടർ കൊണ്ട് ഫില്ലാവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നടക്കുന്ന ഫ്ലോയാണ് സാച്ചുറേറ്റഡ് ഫ്ലോ എന്ന് പറയുന്നത്. അതെന്തൊക്കെ കാരണം ഉണ്ടാകും? ഒന്ന്, മഴ കാരണം ഇതുപോലെ സാച്ചുറേഷൻ കണ്ടീഷൻ ഉണ്ടാകാം. പിന്നെ ഇറിഗേഷൻ വാട്ടർ അപ്ലൈ ചെയ്യുന്നത് കൂടി പോകുന്നത് കാരണം ഈ സാച്ചുറേറ്റഡ് ഫ്ലോ ഉണ്ടാകാം. മൂന്നാമത്തേത് വാട്ടർ ലോക്ക്ഡ് കണ്ടീഷൻ, എന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം ഇതുപോലുള്ള സാച്ചുറേറ്റഡ് ഫ്ലോ സോയിലിൽ ഉണ്ടാകാം. നെക്സ്റ്റ് ഈസ് ദ അൺസാച്ചുറേറ്റഡ് ഫ്ലോ. ദ അൺസാച്ചുറേറ്റഡ് മൂവ്മെൻറ്റ് ഈസ് ഇൻ മൈക്രോപോർസ്. ഇപ്പോൾ അൺസാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ പോർസ് എല്ലാം ഫിൽഡ് അല്ല, ചില പോർസിൽ മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ ആ പോറുകളിൽ നടക്കുന്നത് മിക്കവാറും അൺസാച്ചുറേറ്റഡ് മൂവ്മെൻറ്റ് നടക്കുന്നത് മൈക്രോ പോർസിൽ ആയിരിക്കും. സോ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ക്രോപ്പ് പ്രൊഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ. അപ്പം അൺസാച്ചുറേറ്റഡ് ഫ്ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താ? ക്രോപ്പ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ക്രോപ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് മൈക്രോ പോർസിൽ നിന്നാണ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഫ്ലോ എന്ന് പറയുമ്പം അത് നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷനിൽ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് ദി വേപ്പർ മൂവ്മെൻറ്റ്. വെള്ളം വാട്ടർ വേപ്പറായിട്ട് മൂവ് ചെയ്യും. എപ്പം? വെൻ സോയിൽ ബിക്കംസ് ഡ്രൈ, വാട്ടർ ഫ്രം മൈക്രോപോർസ് ഈസ് ഓൾസോ എംപ്റ്റീഡ് ആൻഡ് വാട്ടർ ഈസ് മെയിൻലി പ്രസൻറ്റ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ. ഓക്കെ, അതിനാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ആ വാട്ടർ കുറച്ചും കൂടി ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും വേപ്പർ ഫോമിൽ, മണ്ണിനകത്ത് തന്നെ വേപ്പർ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ വേപ്പർ ഫോമിൽ വാട്ടർ മൂവ് ചെയ്യുന്നതിനെയാണ് വേപ്പർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 മൂവ്മെൻറ്റിലൂടെയാണ്, അല്ലെങ്കിൽ 3 ഫോംസ് ഓഫ് വാട്ടർ മൂവ്മെൻറ്റ് ഇൻ ദ സോയിൽ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് സാച്ചുറേറ്റഡ് ഫ്ലോ, അൺസാച്ചുറേറ്റഡ് ഫ്ലോ ആൻഡ് ദി വേപ്പർ മൂവ്മെൻറ്റ്. ഇനി അടുത്ത ടോപ്പിക്ക് പ്ലാന്റ് വാട്ടർ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സോയിൽ വാട്ടർ റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ വാട്ടറും മണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി വാട്ടറും പ്ലാന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ദ എസെൻഷ്യൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ പ്ലാന്റ് ഈസ് ലെസ് ദാൻ 5%
ഓഫ് ഓൾ ദ വാട്ടർ അബ്സോർബ്ഡ്. പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ 5% മാത്രമാണ് പ്ലാന്റ്സ് പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബാക്കി അബ്സോർബ് ചെയ്യുന്ന വെള്ളം മൊത്തം ട്രാൻസ്പിറേഷനായിട്ട് വാട്ടർ ലോസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതായത് മോസ്റ്റ് ഓഫ് ദ വാട്ടർ എൻറ്ററിങ് ദ പ്ലാന്റ് ഇസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്പിറേഷൻ. സോ ദ ഫെയിലിയർ ടു റീപ്ലേസ് ദ വാട്ടർ ലോസ് ബൈ ട്രാൻസ്പിറേഷൻ. അപ്പം ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് വഴിയാണ് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൂട്ട്സ് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള മുകളിലോട്ടുള്ള അപ്വേർഡ് പുള്ള് കിട്ടുന്നത് ട്രാൻസ്പിറേഷൻ വഴിയാണ്. അപ്പോൾ ട്രാൻസ്പിറേഷൻ വഴി നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളം റൂട്ട് സോണിൽ നിന്നുള്ള വെള്ളം കൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ പ്ലാന്റിന് ആവശ്യത്തിന് വെള്ളം കിട്ടുകയുള്ളൂ. ഇനി ഇൻ കേസ് അങ്ങനെ പറ്റില്ല, അതായത് വെള്ളം അബ്സോർബ് ചെയ്യാൻ റൂട്ടിന് പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പിറേഷൻ വഴി വെള്ളം ലോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ആ പോകുന്ന സെൽസിൽ വെള്ളം റീപ്ലേസ്ഡ് ആവുന്നില്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ലോസ് ഓഫ് ടർജിഡിറ്റി, സെല്ലിൻ്റെ ടർജിഡിറ്റി ലോസ് ചെയ്യും. ടർജിഡിറ്റി എന്ന് പറഞ്ഞാൽ സെല്ല് സ്വള്ളനായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? സെല്ലിൻ്റെ മേജർ പോർഷന് വെള്ളമാണ്. അപ്പോൾ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ സെൽസ് ചുങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചുങ്ങിപ്പോയി കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഫങ്ഷൻസ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ ലോസ് ഓഫ് ടർജിഡിറ്റി നഷ്ടപ്പെടും. ദെൻ സിസേഷൻ ഓഫ് ഗ്രോത്ത്. സിസേഷൻ എന്ന് വെച്ചാൽ സ്റ്റോപ്പ്, സീസ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് എന്നാണ് അർത്ഥം. അപ്പം ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും. ദെൻ ഇവൻച്വൽ ഡെത്ത് ഓഫ് ദി പ്ലാന്റ്. അങ്ങനെ കുറേ നാൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ പ്രൊലോങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ദ ഇവൻച്വൽ ഡെത്ത് ഓഫ് ദി പ്ലാന്റ്. അപ്പം ട്രാൻസ്പിറേഷൻ വഴി നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളം റീപ്ലേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ആദ്യം സെല്ലിൻ്റെ ടർജിഡിറ്റി നഷ്ടപ്പെടും, പിന്നെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും, ലാസ്റ്റ് ഇറ്റ് വിൽ ഇവൻച്വലി ലീഡ് ടു ദ ഡെത്ത് ഓഫ് ദി പ്ലാന്റ്. The main areas of plant water relationship. ഒന്ന് വാട്ടർ അബ്സോർപ്ഷൻ. എവിടെയൊക്കെയാണ് പ്ലാന്റും വാട്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നത്? വാട്ടർ അബ്സോർപ്ഷൻ റൂട്ട് സോണിൽ വരും. ദെൻ വാട്ടർ കണ്ടക്ഷൻ ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ, അതായത് സൈലം ഫ്ലോയം, ഇത് രണ്ടിടത്തും. ദെൻ വാട്ടർ ലോസ് ഓർ ട്രാൻസ്പിറേഷൻ, ദാറ്റ് ഇസ് ടു ദി സ്റ്റൊമേറ്റ. ഓക്കെ, അപ്പം ഇത്രയും ഏരിയാസിലാണ് വാട്ടർ പ്ലാന്റ് റിലേഷൻഷിപ്പ് വരുന്നത്. ദെൻ ദീസ് പ്രോസസ്സസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ അപ്ടേക്ക് ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസ്. അതായത് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന കൂട്ടത്തിൽ വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടാണ് ന്യൂട്രിയൻസ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ലീഡ്സ് ടു ദ അപ്ടേക്ക് ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസ്. ദെൻ ക്രിയേഷൻ ഓഫ് ആൻ എനർജി ഗ്രേഡിയൻറ്റ്. അതായത് എപ്പോഴും വെള്ളം മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലോവർ ഓസ്മോട്ടിക് പ്രഷറിൽ നിന്ന് ഹയർ ഓസ്മോട്ടിക് പ്രഷറിൽ നിന്നും ലോവർ ഓസ്മോട്ടിക് പ്രഷർ, അല്ലെങ്കിൽ ഒരു ഹയർ എനർജി ഗ്രേഡിയൻറ്റിൽ നിന്നും ലോവർ എനർജി ഗ്രേഡിയൻറ്റിലേക്കാണ് വെള്ളം മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജി ഗ്രേഡിയൻ്റ് ഉണ്ടാക്കാനായിട്ട് ഈ കണ്ടക്ഷൻ ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ എനർജി ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് കാരണമാണ് ഈ എനർജി ഗ്രേഡിയൻ്റ് അവിടെ ഉണ്ടാവുന്നത്. ദെൻ അൾട്ടിമേറ്റ്ലി ഓൾ ദ മെറ്റബോളിക് ആൻഡ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ദി പ്ലാന്റിൻ്റെ എല്ലാ ഫിസിയോളജിക്കലും മെറ്റബോളിക്കുമായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വാട്ടർ അവൈലബിലിറ്റി വെച്ചിട്ടാണ്. സോ ഇതെല്ലാം തന്നെയും വാട്ടറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പ്രോസസ്സസ് ആണ്. വാട്ട് ആർ ദ കമ്പണൻസ് ഓഫ് ദ വാട്ടർ പൊട്ടൻഷ്യൽ ഇൻ പ്ലാന്റ്സ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വാട്ടർ പൊട്ടൻഷ്യൽ ഇൻ സോയിലായിരുന്നു. വെള്ളത്തിൽ, അതായത് ദർ ആർ 3 types ഓഫ് പൊട്ടൻഷ്യൽ വിച്ച് ഈസ് റിലേറ്റഡ് ടു സോയിൽ: ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, മാട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇത് മൂന്നും സോയിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ പൊട്ടൻഷ്യലാണ്. അപ്പം ഇനി പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ പൊട്ടൻഷ്യൽസ് ഉണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ വരും, പക്ഷേ പേരുകളിൽ അവിടെ ഇവിടെയും വ്യത്യാസം ഉണ്ടാവും. എല്ലാം മീനിങ് ഒന്ന് തന്നെയാണ്, പക്ഷേ പേരുകൾ വ്യത്യാസമാണ്. So the water potential in plants comprises of 3 components, namely solute potential, matrix potential and the pressure potential. അവിടെ പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു? ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, മാട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആയിരുന്നു സോയിൽ വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ പ്ലാന്റ് വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, മാട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ദി പ്രഷർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. Solute potential വെച്ചാൽ in plants water is present in the form of solution of variable solutes of different concentration called the cell sap. പ്ലാന്റ്സിൽ സെല്ലിനുള്ളിലാണ് എന്തുള്ളത്? വെള്ളം ഉണ്ടാവുന്നത്. ആ വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഒരു സൊല്യൂഷൻ ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. അതിൽ ഇഷ്ടം പോലെ സൊല്യൂട്ട്സ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ
സൊല്യൂഷന് അല്ലെങ്കിൽ സെല്ലിലുണ്ടാവുന്ന വാട്ടർ സൊല്യൂഷന് പറയുന്ന പേരാണ് സെൽ സാപ്പ്. അപ്പം ദ ക്വാണ്ടം ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ലോവേർഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഓസ്മോട്ടിക്കലി ആക്റ്റീവ് സൊല്യൂട്ട്സ് ഇൻ പ്ലാന്റ്സ് ടിഷ്യൂസ് വിച്ച് ഇസ് നോൺ ആസ് ഇറ്റ്സ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അപ്പം എത്രത്തോളം സൊല്യൂട്ട് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ അതിനെ അനുബന്ധിച്ചുണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് എന്ത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. സോയിലിൻ്റെ കേസസിൽ പറയുമ്പോൾ അത് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. രണ്ടും ഏകദേശം ഒരുപോലെയാണ്, രണ്ട് പേരിൽ അറിയപ്പെടുന്നു. സോയിലിൽ വരുമ്പം അത് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, പ്ലാന്റ്സിൽ വരുമ്പോൾ അത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. Okay, then solute potential in plants may also vary in different hours of the day and night due to variable water deficit prevailing in the plant cell. അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി പ്ലാന്റ്സിൽ നിന്ന് വെള്ളം എപ്പോഴും ട്രാൻസ്പിറേഷൻ വഴി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്പിറേഷൻ വഴി നഷ്ടപ്പെടുത്തുന്നത് മെയിൻലി ഡേ ടൈമിലാണ്. അതായത് സൂര്യനുള്ള സമയത്ത്, നല്ല വെയിലുള്ള സമയത്താണ് ട്രാൻസ്പിറേഷൻ കൂടുതലായി നടക്കുന്നത്. അപ്പം രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അധികവും നടക്കത്തില്ല. അപ്പം ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഈ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഡേ ടൈമിൽ തന്നെ പല അവേഴ്സിൽ, ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഒരു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആയിരിക്കില്ല രാവിലത്തെയും ഈവനിങ്ങിലും ഉള്ളത്. ഓക്കെ, അപ്പം അത് ഓരോ സമയത്തെയും വാട്ടറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, ഒരു സെല്ലിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്നനുസരിച്ച് അതിൻ്റെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. അതൊരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദസ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഇസ് ദ മോസ്റ്റ് ആക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് പ്ലാന്റ് പൊട്ടൻഷ്യൽ വാട്ടർ പൊട്ടൻഷ്യൽ ഇൻ പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ സോയിലിൽ പഠിച്ചു ഈ സോയിലിൻ്റെ കണ്ടീഷനിൽ 3 പൊട്ടൻഷ്യലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് മാട്രിക് പൊട്ടൻഷ്യൽ ആയിരുന്നു അല്ലേ. പക്ഷേ പ്ലാന്റിൻ്റെ കേസസിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്ലാന്റിൻ്റെ വളർച്ചയെ ബാധിക്കുന്നതുമായ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യലാണ്. കാരണം അതിനാണ് പ്ലാന്റിൻ്റെ കേസസിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ 3 പൊട്ടൻഷ്യൽസിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യലാണ്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസസിൽ വരുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ പൊട്ടൻഷ്യൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി മാട്രിക് പൊട്ടൻഷ്യൽ. മാട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? നമ്മുടെ സെല്ലിലേക്ക് വാട്ടർ അല്ലെങ്കിൽ സെൽസിന് വാട്ടർ പിടിച്ച് നിർത്താനായിട്ട് പറ്റണം. പക്ഷേ പ്ലാന്റ് സെല്ലിൻ്റെ കേസസിൽ പ്ലാന്റിൽ വെള്ളം അബ്സോർബ് ചെയ്യത്തില്ല. പ്ലാന്റ് എപ്പോഴും വെള്ളം അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ് വെള്ളത്തെ പിടിച്ചു നിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മാട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. പ്ലാന്റിൻ്റെ കേസസിൽ മാട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് സോ ബിക്കോസ് ഇൻ ദീസ് പ്ലാന്റ്സ് ദർ ഈസ് വെരി മീഗർ വാട്ടർ present as adsorbed to the cell. The matric potential is considered as an insignificant component of the cell water potential and it is frequently omitted. നമ്മൾ മിക്കവാറും നമ്മുടെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാട്രിക് പൊട്ടൻഷ്യൽ കാൽക്കുലേഷനിൽ എടുക്കാറില്ല. നെഗ്ലിജിബിളായിട്ട് 0 എന്നേ നമ്മളെപ്പോഴും എടുക്കാറുള്ളൂ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാരണം സെൽസ് ഒരിക്കലും വാട്ടർ അബ്സോർബ് ചെയ്യത്തില്ല. സെൽസ് വാട്ടർ അബ്സോർബ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ സെല്ലിൻ്റെ മുകളിൽ ഒരിക്കലും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. ഇതാണ് മാട്രിക് പൊട്ടൻഷ്യൽ അത്ര ഇമ്പോർട്ടൻ്റ് ആവാതിരിക്കാനുള്ള കാരണം. നെക്സ്റ്റ് ഈസ് ദി പ്രഷർ പൊട്ടൻഷ്യൽ. പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻ ലിവിങ് പ്ലാന്റ്സ് ഗ്രോയിങ് അണ്ടർ ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ ദ ടിഷ്യൂ സെൽസ് ആർ യൂഷ്വലി ടാർജറ്റ് എസ്പെഷ്യലി അറ്റ് നൈറ്റ്. അപ്പം സാധാരണഗതിയിൽ പ്ലാന്റ്സ് ലിവിങ് പ്ലാന്റ്സ് നല്ല വെള്ളമുള്ള ഒരു നല്ലപോലെ വെള്ളം ലഭിക്കുന്ന ഒരു കണ്ടീഷനിലാണ് വളരുന്നതെങ്കിൽ അതിൻ്റെ സെൽസ് എപ്പോഴും ടർജഡ് ആയിരിക്കും. അല്ലെങ്കിൽ സെൽസ് ചുങ്ങി പോകത്തൊന്നുമില്ല. അതിൻ്റെ കറക്റ്റ് സെൽ സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ നിൽക്കും, എസ്പെഷ്യലി അറ്റ് ദ നൈറ്റ് ടൈം. Since cell wall possesses an elastic strength, an inward cell wall pressure is created in turgid cells. This in turn develops an outward pressure on cell wall called the turgor pressure, and the cell wall pressure are of equal dimension in fully turgid cells, and these operate in operation direction. അതായത് സെൽ വാൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സാധനമാണ്. സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ്, ഇലാസ്റ്റിക് സ്ട്രെങ്ത് ഉണ്ട്. അപ്പം സെൽ വാളിൽ അതായത് വെള്ളം കയറി സെല്ല് സ്വെള്ളനാവുകയെന്ന് വിചാരിച്ചു. സെല്ല് സ്വെള്ളനാകുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളം വെള്ളം കയറുന്നതനുസരിച്ച് സെല്ല് വികസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വികസിക്കാൻ കഴിവുള്ളതാണ് സെല്ലിൻ്റെ വാൾസ് എന്ന്
പറയുന്നത്, അതാണ് ഇലാസ്റ്റിക് പവർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അത് വലുതാവണം എന്നുണ്ടെങ്കിൽ ആ സെൽ വാളിന് ഒരു ഇൻവേർഡ് പ്രഷറും ഉണ്ടാകും, ഒരു ഔട്ട്വേർഡ് പ്രഷറും ഉണ്ടാകും. അപ്പം ആ ഔട്ട്വേർഡ് പ്രഷറിന് പറയുന്ന പേരാണ് ടർഗർ പ്രഷർ. ടർഗർ പ്രഷർ, അതായത് സെല്ല് ഈ വികസിക്കുന്നതനുസരിച്ച് സെൽ വാളിൻ വികസിക്കുമല്ലോ, അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രഷറാണ് ഈ ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ആ പുറത്തേക്കുള്ള പ്രഷറും ഉണ്ടാകും, അകത്തേക്കും ഇതുപോലെ തന്നെ അകത്തേക്കും ഒരു പ്രഷർ ഉണ്ടാകും. കാരണം അധികം അങ്ങോട്ട് വികസിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് എടുത്ത് ഒന്ന് വികസിപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രഷർ അല്ലാതെ അകത്തേക്ക് ഒരു ചെറിയ പ്രഷറും ഉണ്ടാവും. അത് തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് ആവാൻ വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം പുറത്ത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ആ പ്രഷറിനാണ് നമ്മൾ ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. അതേസമയം ആ സെല്ലിന് ഓൾറെഡി ഉള്ളൊരു ഇൻവേർഡ് പ്രഷറും ഉണ്ട്. അപ്പോൾ ഈ ടർഗർ പ്രഷറും ആ ഇൻവേർഡ് പ്രഷറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതായത് ഈക്വൽ ഡയമെൻഷനിൽ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എപ്പോഴും വർക്ക് ചെയ്യുന്നത്. സോ ദ ടർഗർ പ്രഷർ ഈസ് ബീങ് പോസിറ്റീവ്, ഇറ്റ് ടെൻസ് ടു ഇൻക്രീസ് ദ വാട്ടർ പൊട്ടൻഷ്യൽ ഇൻ പ്ലാന്റ് സെൽസ്, ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി പ്രഷർ പൊട്ടൻഷ്യൽ ഓഫ് വാട്ടർ. അപ്പം ഈ സാധാരണഗതിയിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ ഈ പ്രഷർ പൊട്ടൻഷ്യൽ മാത്രം പോസിറ്റീവ് ആയിരിക്കും. കാരണം അത് ആ പ്രഷർ കാണിക്കാൻ വേണ്ടിയിട്ട്, പോസിറ്റീവ് പ്രഷറാണ് പുറത്തേക്കുള്ള ഔട്ട്വേർഡ് പ്രഷർ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രഷർ മാത്രമേ പോസിറ്റീവ് സൈൻ വെച്ചിട്ട് നമ്മൾ കാണിക്കാറ് ഉള്ളൂ. അപ്പോൾ പ്രഷർ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും, ബാക്കി എല്ലാ പൊട്ടൻഷ്യൽസും നെഗറ്റീവ് ആയിരിക്കും. So the solute potential carries a negative sign and the pressure potential carries a positive sign. Thus, in a fully turgid cell, solute and the pressure potential being numerically equal, the cell water potential is nearly zero. ഓക്കെ, ഫുള്ളി ടർജിഡ് ആയിട്ട്, അതായത് കംപ്ലീറ്റ്ലി സ്വള്ളനായിട്ട് ഇനി വികസിക്കാൻ പറ്റത്തില്ല ആ സെല്ലിന്, അങ്ങനെയായിട്ടുള്ള ഒരു സെല്ലിന് സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും നോർമലി ഈക്വൽ ആയിരിക്കും, ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും. പക്ഷേ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ നെഗറ്റീവും പ്രഷർ പൊട്ടൻഷ്യൽ പോസിറ്റീവും ആയതുകൊണ്ട് ആ സെല്ലിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എടുക്കുമ്പം അത് 0 ആയിരിക്കും. അതായത് ഇപ്പോൾ -20യും +20യും ആണെന്ന് വിചാരിക്കുക, കാരണം മാട്രിക് പൊട്ടൻഷ്യൽ ഓൾറെഡി 0 ആണല്ലോ. അപ്പം -20 + 0 + 20 എന്ന് വരുമ്പോഴത്തേക്കും മൈനസും പോസിറ്റീവ് നെഗറ്റീവും കൂടെ വരുമ്പം അത് ക്യാൻസൽ ആയി പോവും. ലാസ്റ്റ് സെല്ലിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇൻ എ ഫ്ലാസിഡ് സെൽ ദ സെൽ വാട്ടർ പൊട്ടൻഷ്യൽ പ്രഷർ പൊട്ടൻഷ്യൽ ഓഫ് ദ വാട്ടർ ഈസ് 0. ഫ്ലാസിഡ് സെൽ എന്ന് പറഞ്ഞാൽ ചുങ്ങിപ്പോയ സെൽസ്, അതായത് ഒട്ടും വികസിച്ചിട്ടില്ല, വെള്ളമില്ലാതെ ചുങ്ങിപ്പോയ സെല്ലിൻ്റെ പ്രഷർ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അപ്പം സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എത്രയുണ്ടോ അത്ര മാത്രമായിരിക്കും ഒരു ഫ്ലാസിഡ് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു പ്ലാന്റ് സെല്ലിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്ലസ് മാട്രിക് പൊട്ടൻഷ്യൽ പ്ലസ് പ്രഷർ പൊട്ടൻഷ്യൽ ആണ്. അപ്പം നോർമൽ സെല്ലിൻ്റെ കേസ്, അതായത് ഫ്ലാസിഡ് സെൽസിൻ്റെ കേസസിൽ പ്രഷർ പൊട്ടൻഷ്യലും 0 ആണ്, മാട്രിക് പൊട്ടൻഷ്യലും 0 ആണ്. അപ്പം അത് ഫ്ലാസിഡ് സെല്ലിൻ്റെ സെൽ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു, ഇപ്പം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ -20 ആണ് എന്നുണ്ടെങ്കിൽ ആ -20 ആയിരിക്കും ഒരു ഫ്ലാസിഡ് സെല്ലിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് വാട്ടർ പൊട്ടൻഷ്യൽ, അതായത് സോയിൽ ആൻഡ് പ്ലാന്റ് വാട്ടർ പൊട്ടൻഷ്യൽ രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാതെയോ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.